തമിഴ് സിദ്ധപരമ്പരയിൽ പ്രശസ്തമായ 18 സിദ്ധന്മാർ. അവർ സിദ്ധവൈദ്യം, ആത്മവിദ്യ, ആയുർവേദം, യോഗ, രസവാദം തുടങ്ങിയ നിരവധി മേഖലകളിൽ അമൂല്യമായ സംഭാവനകൾ നൽകിയ ഋഷിവര്യന്മാരാണ്. ഇന്ന് ഇവിടെ തിരുമൂലർ സിദ്ധനെക്കുറിച്ചുള്ള ലളിതമായ വിവരണം നൽകുന്നു. നന്ദിദേവരുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് സുന്ദരനാഥ്. അഗസ്ത്യമുനിയെ കാണാനായി അദ്ദേഹം തെക്കേ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒരു നദീതടത്തിലൂടെ സഞ്ചരിക്കവേ ഒരു പറ്റം കന്നുകാലികൾ മരിച്ചു കിടക്കുന്ന തങ്ങളുടെ ഇടയൻ്റെ ചുറ്റും നിന്ന് കരയുന്നതാണ് അദ്ദേഹം കണ്ടത്. മരണമടഞ്ഞ ആ ഇടയൻ്റെ പേര് മൂലർ എന്നാണ്. സുന്ദരനാഥ് അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തി ഉപയോഗിച്ച് തൻ്റെ സ്ഥൂല ശരീരത്തെ ഒരു സ്ഥലത്ത് കിടത്തിയ ശേഷം സൂക്ഷ്മ ശരീര രൂപത്തിൽ മൂലരുടെ ജഡത്തിൽ പ്രവേശിക്കുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മൂലർ കാലികളെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തുന്നു. മൂലരുടെ ഭാര്യയോടും നാട്ടുകാരോടും നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു. ശേഷം അവിടെ നിന്ന് യാത്ര ആരംഭിച്ച അദ്ദേഹം തൻ്റെ ശരീരം സൂക്ഷിച്ചു വച്ചിരുന്ന സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ ശരീരം അവിടെ കാണുന്നില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് ധ്യാനം ആരംഭിക്കുന്നു. ധ്യാനത്തിൽ തൻ്റെ ശരീരം ശിവഭഗവാനാണ് മറവ് ചെയ്തതെന്ന് മനസ്സിലാവുന്നു. കൂടാതെ ഭഗവാന്റെ ആഗ്രഹം താൻ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ സേവനം ചെയ്യണം എന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരുമൂലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗ്രാമത്തിൽ അദ്ദേഹം രാവും പകലും മൗനമായി ധ്യാനനിരതനായിരുന്നു. ഓരോ വർഷവും മൗനത്തിൽ നിന്ന് ലഭിക്കുന്ന ശ്ലോകങ്ങൾ ശേഖരിച്ച് എഴുതുവാൻ തുടങ്ങി. ഇപ്രകാരം 3000 വർഷങ്ങൾ അദ്ദേഹം അവിടെ തന്നെ കഴിച്ചുകൂട്ടി. 3000 ശ്ലോകങ്ങളോട് കൂടിയ മന്ത്രമാല എന്ന ഗ്രന്ഥം രചിച്ചു. ഈ ഗ്രന്ഥം തിരുമന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമശിവായ എന്ന പഞ്ചാക്ഷരി ജപത്തിലൂടെയാണ് തനിക്ക് ഈ ഗ്രന്ഥരചനയ്ക്ക് ആധാരമായതെല്ലാം ലഭിച്ചതെന്നും കൂടാതെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളിൽ ഈ കാലയളവിൽ പഞ്ചാക്ഷരി മന്ത്രം മുഴങ്ങിക്കേൾക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു.